ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈഫിൽ വീട് പണിയാനായിട്ട് ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നുള്ള പ്ലാൻ ഉള്ളവരും ഒക്കെ ഈ വീഡിയോസ് ഒന്ന് കാണണം കേട്ടോ. കാരണം നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു വലിയ ടാസ്ക്കാണ് വീട് പണി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥലം വാങ്ങിച്ചിട്ട് കുറേ നാളുകളായി, പക്ഷേ വീട് പണിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീട് പണിയിലേക്ക് കടന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒക്കെ പൈസ എല്ലാം സെറ്റ് ആക്കിയിട്ട് വീട് പണിയാൻ പോവായിരിക്കും. പക്ഷേ എങ്കിലുള്ള കാര്യം പറയാമല്ലോ, ഒരു പൈസയും കയ്യിലില്ല കേട്ടോ. ഇനി ചിലർ വിചാരിക്കും അയ്യോ യൂട്യൂബിൽ നിന്ന് ഒത്തിരി പൈസ കിട്ടിയിട്ടായിരിക്കും വീഡിയോ ഉണ്ട്. അതും ഇല്ല. അപ്പൊ യൂട്യൂബിൽ നിന്ന് നമുക്ക് പൈസ കിട്ടുന്നുണ്ടോ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. യൂട്യൂബിലെ നമ്മളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു വീഡിയോ വരും ദിവസം ചെയ്യാം. അത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് വീട് പണിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ കയ്യിൽ യാതൊരു പൈസയൊന്നും വെച്ചോണ്ടല്ല ഈ വീട് പണിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. നിങ്ങൾക്കറിയാം, ആദ്യം പ്ലോട്ട് ലെവൽ ചെയ്യുക എന്നുള്ള മാത്രം പരിപാടിയിലേക്കാണ് നമ്മൾ വന്നത്. പക്ഷെ പിന്നീട് പയ്യെ നമുക്ക് വീടിന്റെ താഴത്തെ നിലയെങ്കിലും ഒന്ന് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലാണ് പോകുന്നത്. അപ്പൊ ഞങ്ങൾ എങ്ങനെ വീട് പണിയും, എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം. അപ്പൊ ഞാൻ അതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മളുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മളുടെ വീട് പണിയുടെ അടുത്ത ഘട്ടമാണ്. സെറ്റ് ബാക്ക് ഇരിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇന്ന് വീട് സെറ്റ് ബാക്ക് ചെയ്യുന്ന വീട്. അപ്പൊ ഞാൻ സെറ്റ് ബാക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇൻട്രോ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സെറ്റ് ബാക്ക് ചെയ്യുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ സെറ്റ് ബാക്ക് ചെയ്തപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കുണ്ടായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ പ്ലാനുകളൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് സെറ്റ് ബാക്ക് ചെയ്യും. അത് അവിടെ നമ്മളത് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ചില പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാകാം, സ്വാഭാവികം. അത് വലിയ പ്ലോട്ടുകളാണെങ്കിൽ ആ പ്രശ്നമില്ല. വലിയ വിശാലമായ പ്ലോട്ടുകളിൽ നമുക്ക് എങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളെ പോലെ ചുരുങ്ങിയ പ്ലോട്ടുകളിൽ ഈ 5 സെന്റ് 4 സെന്റ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഉണ്ടാകാൻ ഫേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണണം. കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ ഈ ഒരു വീട് പണിയിൽ നിങ്ങളും കൂടെ പങ്കാളികളൊക്കെ ചേരുക. കാരണം നമുക്ക് കൂടുതൽ ആൾക്കാരൊന്നുമില്ല, നിങ്ങളൊക്കെ മാത്രമാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഒക്കെയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന്, അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ ആവശ്യപ്പെടാനായിട്ടാണ് രാവിലെ ഞങ്ങളിത് വന്നിട്ടുള്ളത്. ഇപ്പൊ ഞങ്ങളിത് പാലത്തിന്റെ അവിടെ വണ്ടി നിർത്തിയിട്ടാണ് കേട്ടോ ഇപ്പൊ സംസാരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ വീട് പണിയുടെ കുറ്റിയടിക്കലില്ലേ, നമ്മളുടെ ആദ്യം സെറ്റ് ബാക്ക് ചെയ്യാനൊക്കെ ഉള്ള, അപ്പൊ സെറ്റ് ഔട്ട് ഒക്കെ ചെയ്യുന്ന ആ ഒരു പരിപാടി നടക്കുവാണ് കേട്ടോ ഇപ്പൊ ഇന്ന്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ പോവുകയാണ്. അപ്പൊ ആ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങളോട് ഇന്ന് പങ്കുവെക്കുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ ഒരു 8 മണിക്കും 9 മണിക്കും ഇടയ്ക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ സമയം ഇത് കുറ്റിയടിക്കൽ ചെയ്യുന്നത് ആ സമയത്താണ്. ഇപ്പൊ സമയം 7 മണി ആകാൻ പോവാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇവിടുന്ന് അത്രയും സമയം വേണം അവിടെ ചെല്ലാനായിട്ട്. നമ്മൾ പറമ്പിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കൂത്താട്ടുകുളത്തെ പള്ളിയിലാണ് കേട്ടോ. കൂത്താളം ടൗൺ ചർച്ചാണിത്. ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ പള്ളിയുടെ ഈ കാണുന്ന വിളക്കില്ല, ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ നിലവിളക്കാണ്. ഇത് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുള്ളൊരു വിളക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചൊവ്വാഴ്ച ദിവസങ്ങളിലൂടെ നൊവേനയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇത് കത്തിക്കുകയൊക്കെ ചെയ്യും. വലിയ ആഘോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ നേരെ പറമ്പിലേക്ക് പോകുവാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഞാനുമായിട്ട് നമ്മുടെ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ പള്ളി, കൂത്തള്ളം പള്ളി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നേരെ നമ്മുടെ പറമ്പിലേക്ക് പോകാം. ഒരു വലിയ ആഘോഷകരമായ ചടങ്ങുകളൊന്നും ഇല്ലാതെ നമ്മളുടെ കുറ്റിയടിക്കൽ പരിപാടി നമ്മൾ രാവിലെ 9 മണിക്ക് മുൻപായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ അച്ഛനും അമ്മയും ഞാനും നമ്മുടെ എൻജിനീയറും വീട് പണിയുന്നയാളും 1-2 സുഹൃത്തുക്കളും കുറച്ച് പണിക്കാരും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു പരിപാടി വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ കന്നിമൂലയിൽ ഇവിടെയാണ് കുറ്റിയടിച്ചത്. കുറ്റിയടിച്ചതിന് ശേഷം ഇദ്ദേഹം വീണ്ടും അത് എല്ലാം ഒന്ന് സെറ്റാക്കി ഉറപ്പിച്ച് എല്ലാം വെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനുശേഷം ഇത് കന്നിമൂലയിലാണ് അടിച്ചത്. ഇവിടെ നിന്നാണ് ഇനി നമ്മളെ സെറ്റ് ബാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനിയാണ് ഇപ്പോൾ കയറൊക്കെ വലിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കേരവള്ളി അല്ല, അതുപോലത്തെ ഒരു കയറുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ്. ആ ടൈപ്പ് കയറാണ് നമ്മൾ വാങ്ങിച്ചത്. ഒപ്പം ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡും വാങ്ങിച്ചിരുന്നു. പിന്നെ കുറച്ച് കമ്പികളുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ വാർക്കാനൊക്കെ ഉപയോഗിക്കുന്ന കമ്പി പീസുകളുണ്ട്. ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് സെറ്റ് ബാക്ക് ചെയ്യാനായിട്ട് അവർ അളന്നളന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ എൻജിനീയറാണ്, അദ്ദേഹം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്ലോട്ട് ഇപ്പോൾ അവർ അളക്കുന്നത് നമ്മുടെ ഒരു ബെഡ്റൂം, മെയിനായിട്ടുള്ള ബെഡ്റൂം വരുന്നത് ഈ ഒരു സ്ഥലത്താണ് വരുന്നത്. സെറ്റ് ബാക്ക് ചെയ്ത് വന്നപ്പോൾ ചില മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുമൊക്കെ നമുക്ക് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് ഗുണകരമായ രീതിയിൽ നമുക്ക് ഇവിടെ സെറ്റ് ബാക്ക് ചെയ്ത സമയത്ത് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ ഉടനെ നമുക്ക് കാണാം അതൊക്കെ എന്താണെന്ന്.
അങ്ങനെ നമ്മുടെ സ്ഥലത്തിൻ്റെ സെറ്റ് ബാക്ക് ഒക്കെ ഇങ്ങനെ ചെയ്തിരിക്കുവാണ് കേട്ടോ. അപ്പം നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ വീട് പണിയണ ചേട്ടനാണ് കേട്ടോ. അപ്പം അത് മാത്രമല്ല, നമ്മുടെ അപ്പുറത്തെ ബിൽഡിംഗ് ഒക്കെ പണിതേക്കുന്നതും എല്ലാം ആ ചേട്ടനായതുകൊണ്ട് പുള്ളിക്കാരനാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചേക്കുന്നതും ചെയ്യുന്നതൊക്കെ. പിന്നെ നമ്മളിങ്ങനെ സെറ്റ് ബാക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ സ്ഥലത്തിൽ നമുക്ക് സ്കെച്ചിൽ നമുക്ക് അത്യാവശ്യം സ്ഥലം ഉണ്ടെങ്കിൽ നമ്മൾ ഈ സെറ്റ് ബാക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥലം കുറയും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പാറ ഇത് എല്ലാം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും ചില സ്ഥലങ്ങൾ കയറിയൊക്കെ പോകും. കാരണം സ്കെച്ച് നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ സ്കെച്ച് നോക്കി വരുമ്പോഴത്തേക്ക് ഈ പാറ ഇറങ്ങിയേക്കണതും അതും ഇതുമൊക്കെ വരുമ്പോൾ നമുക്ക് ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ എന്താണെങ്കിലും നമ്മളിങ്ങനെ ചെയ്തു വന്നപ്പോൾ ഇന്നൊരു ഗുണവും കൂടി ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ബെഡ്റൂം ഉണ്ടായിരുന്നുള്ളൂ. ആ ബെഡ്റൂം വരുന്ന നമ്മളുടെ ബാക്ക് പൊസിഷനിലാണ് ആ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ആ ബെഡ്റൂമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു ബെഡ്റൂമും കൂടെ കിട്ടിയിട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ വലിയ കിച്ചൺ ഇതായതുകൊണ്ട് ഹാള് ലിവിങ് ഏരിയ വലുതായതുകൊണ്ട് നമ്മൾ ആ ലിവിങ് ഏരിയനെ ഒന്ന് ചെറുതാക്കിക്കൊണ്ട് നമ്മൾ ഒരു ബെഡ്റൂമും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഗുണവും കൂടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ബാക്ക് മൊത്തം ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പാറയുണ്ടല്ലോ, ഈ പാറ ഒന്ന് റിമൂവ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് സ്റ്റെയർ ഒക്കെ അവിടെ ഒന്ന് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻജിനീയറുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ കോൺട്രാക്റ്റ് ചെയ്യുന്ന ചേട്ടൻ്റെ എല്ലാം കൂടെ കൂടിയിട്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ കാരണം അവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഐഡിയ ഉള്ള ആൾക്കാരാണ്. അവർ കൂടുതൽ ഇത് ഡെയിലി കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ ചെറിയ ചേഞ്ചസ് വരുത്തിയപ്പോഴും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 ബെഡ്റൂം ഉണ്ടെങ്കിൽ ഒരു ബെഡ്റൂം നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അറ്റാച്ച്ഡ് അല്ല എന്നുള്ളൊരു പ്രത്യേകതയുള്ളൂ. നമ്മുടെ വീട് ആദ്യം 917 സ്ക്വയർ ഫീറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് വരുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയ്ക്കും അതോടൊപ്പം തന്നെ ലിവിങ് സ്പേസിനുമായിരുന്നു. അപ്പോൾ സെറ്റ് ബാക്ക് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ആ സ്പേസിനെ ഒന്ന് കുറച്ചുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ട് പോർഷൻ ഒന്ന് ചെറുതാക്കിയാൽ നമുക്കൊരു റൂമും കൂടി അറ്റാച്ച്ഡ് അല്ല എന്നുള്ള കാര്യമുള്ളൂ കിട്ടുമെന്ന് തോന്നി. അപ്പോൾ തന്നെ നമ്മൾ എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ ചെറിയ റൂമാണ് 92 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ റൂം ഈ കാണുന്ന പോർഷനിൽ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ സെറ്റ് ബാക്ക് ചെയ്ത സമയത്ത് അങ്ങനെ റൂമും കൂടെ നമ്മളവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ താഴത്തെ സ്ക്വയർ ഫീറ്റ് വരുന്നത് 885 സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ. അപ്പോൾ വർക്ക് ഏരിയ ഭാഗങ്ങൾ നമ്മൾ തറയിടാതെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സ്ക്വയർ ഫീറ്റ് കണക്കാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും സ്ക്വയർ ഫീറ്റിൽ വ്യത്യാസം വന്നത്. നമ്മുടെ ഇതുപോലത്തെ ഇത് ഇളക്കപ്പാറ പോലത്തെ ഒരു പാറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 4 അടിയൊക്കെ ഹൈറ്റ് വരുന്നുള്ളൂ. അത്രയൊക്കെയാണ് ഹൈറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു പോർഷനുണ്ട്. പിന്നെ ഉള്ളത് ഈ ഇരിക്കുന്ന ഒരു കല്ലില്ലേ, ഈ ഒരു കല്ല് മാത്രം ഈ കല്ല് മാത്രം കണ്ട ആ ഒരു കെട്ടിനോട് ചേർന്നങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി കല്ല്. പിന്നെയുള്ള അങ്ങ് ആ മൂലയിൽ ആ കുറ്റി അടിച്ചേക്കണതിൻ്റെ പോർഷനിൽ കുറച്ചൊരു പാറ ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട് കണ്ടോ ഈ പോർഷൻ. ഇത് ഞങ്ങൾ മണ്ണിട്ട് പൊക്കിയിട്ട് പണിയാമെന്ന് വിചാരിച്ചായിരുന്നു ആദ്യമേ. അപ്പോൾ ഇത് റിമൂവ് ചെയ്യുവാണെങ്കിൽ ഇത് കണ്ട് ഇത് പാറയാണ് ശരിക്കും. അപ്പോൾ ഇവിടുന്ന് കണ്ട് ഈ കുറ്റി അടിച്ചേക്കണതിൻ്റെ ആ ഒരു ലെവലിൽ അങ്ങ് എടുക്കാനായിട്ടാണ് ഈ ഒരു കോർണർ പോർഷൻ. ഈ കോർണറും ഇത്രയും ആകും. ഇതിന് ഹൈറ്റ് വളരെ കുറവാട്ടോ. ഒരു 2 അടിയൊക്കെ ഉള്ളൂ ഹൈറ്റ്. 2 അടിയിലുള്ള ഒരു കണ്ടില്ല ഇങ്ങനെ ഒരു കുറ്റി അടിച്ചേക്കുമ്പോൾ ഈ ഒരു ഹൈറ്റേ ഉള്ളൂ. ഇത്രയൊന്ന് കയറി കിടക്കണം അത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഇതാണ് കണ്ടോ ഈ ഒരു ചരിവ്. ഈ ചരിവിലുള്ള ഇത്രയും ഇത് ഈ മട്ടി പോലത്തെ ഒരു കല്ലാണ്. പക്ഷേ കണ്ടില്ലേ അതുപോലത്തെ സംഭവം ഇത്രയും ഈ ഒരു സംഭവമാണ് എടുത്തു കളയേണ്ടത്. അപ്പോൾ അതാ കുറ്റി അടിച്ചങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അടിച്ചങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിനോട് ഒരു മീറ്റർ അങ്ങ് എടുത്താലും മതി. ജാക്ക് ഹാമർ ഉപയോഗിച്ച് നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് അതിൽ മരുന്നൊഴിച്ച് അത്രയും ഭാഗം നമ്മുടെ ആ കെട്ട് വരുന്ന അത്രയും ഭാഗത്തെ പാറ അങ്ങോട്ട് ഇളക്കി കളയാമെന്ന് വിചാരിച്ച് നമ്മൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ രാവിലെ വീണ്ടും നമ്മുടെ പറമ്പിൽ വന്നേക്കുവാണ് കേട്ടോ. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാറയില്ലേ പുറകിലത്തെ ആ പാറയിൽ ഇന്നലെ നമ്മൾ ജാക്ക് ഹാമൊക്കെ വെച്ച് എന്ത് ചെയ്തു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മരുന്നൊഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 സൈഡിൽ ഇവിടുത്തെ ചെറിയ പാറ അതായത് ഒത്തിരി ഒന്നും ഇല്ല അവിടെ ഒരു കുഞ്ഞു പോർഷൻ ഇങ്ങനെ ചെറുതായിട്ട് റൂമിലേക്ക് തള്ളി വരും. അല്ലെങ്കിൽ നമ്മൾ അത്രയും മാറ്റി ചെയ്യണം. അപ്പോൾ അത് ഇന്നലെ കണ്ട വിണ്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ കാണിച്ചത്. പിന്നെ ആ മൂല കാണുന്നില്ല അവിടെ ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് കളയണമായിരുന്നു. അപ്പോൾ അത് രണ്ടും അവർ വന്നിട്ട് ഇങ്ങനെ ഡ്രില്ല് ചെയ്യണ പോലെ ചെയ്ത് മരുന്നൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഹിറ്റാച്ചിയോ JCBയോ വിളിച്ചിട്ട് അതങ്ങ് മാറ്റാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേങ്കിൽ ഇതൊഴിച്ച് ആൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഒരു ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മളത് മാറ്റുന്നില്ല, ഒരു ദിവസം കഴിഞ്ഞാൽ മാറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സെറ്റ് ബാക്ക് ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് വിളിക്കണ സമയത്ത് ഇപ്പോൾ ഹിറ്റാച്ചിനെ അത് വിളിക്കുന്ന സമയത്ത് അന്നേരം നമുക്ക് വാനവും കൂടെ കൂടി അതിൻ്റെ ഒപ്പം നമുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ ഇവിടെ മണ്ണൊക്കെ കൂട്ടിയിട്ടാണ് തറയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള മണ്ണാണ്.
പിന്നെ ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അറിയാം മൊത്തം നമുക്ക് ആവശ്യത്തിനുള്ള പോരും. കാരണം നമുക്ക് ഒത്തിരി ഒന്നുമില്ല, ചെറിയൊരു പോർഷൻ, ഒരു അടിയോളം പോരാനുള്ളൂ. പിന്നെ ഇവിടെ വലുതായിട്ടിരിക്കുന്ന ഇതൊരു 4 അടി ഹൈറ്റ് ആണുള്ളത് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് പോർഷനേ ഉള്ളൂ. ഇത് മട്ടിക്കല്ല് പോലത്തെ കല്ലാണ് ശരിക്കും പറഞ്ഞാൽ. നല്ലൊരു JCB ഉണ്ടെങ്കിൽ ഇത് ശരിക്കും മുട്ടിക്കഴിഞ്ഞാൽ പൊട്ടാവുന്നുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇത് മരുന്നൊഴിച്ച് ആ ഒരു തറയിലേക്ക് വരുന്ന അത്രയും ഭാഗം മാത്രം നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് മരുന്നൊഴിച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ഹൈറ്റേ ഉള്ളൂ, കണ്ടില്ല, തറേനേക്കാൾ ഇച്ചിരി ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശനിയാഴ്ചയാണ് നമ്മളിത് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ശനിയാഴ്ച ഒരു വണ്ടിക്ക് ജസ്റ്റ് അങ്ങോട്ടാണ് തട്ടി കഴിഞ്ഞാൽ ഈ കല്ലങ്ങ് മാറും. പിന്നെ അന്ന് തന്നെ നമ്മൾ വാനവും മാന്തിയിട്ട് ജനുവരി 26 ഞായറാഴ്ച നമ്മൾ 9:30-ക്കും 10 മണിക്കും ഇടയ്ക്ക് നമ്മളുടെ വീട് പണിയുടെ കല്ല് ഇടാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കല്ലിടിയിൽ വരെയുള്ള പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. ഒപ്പം നമ്മൾ പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളുടെ വീട്ടിൽ 2 തേക്കും തടി വെട്ടിയിട്ടിരുന്നില്ലേ, നമ്മൾ എന്തെങ്കിലും കാലത്ത് വീട് പണിയുമ്പോൾ ഉപയോഗിക്കാനെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ പകല് നമ്മൾ പണിയുന്ന ഒരാളെ, തടിപ്പണി ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്ന് കാണിച്ചു. അദ്ദേഹം അത് മാർക്കൊക്കെ ചെയ്തു പോയി. ഇനിയിപ്പോൾ വലിയൊരു ടാസ്ക് ഉള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഷ്ണം, നമ്മുടെ പറമ്പ് നിങ്ങൾക്ക് അറിയാലോ, വഴിയില്ലാത്തതുകൊണ്ട് നമുക്കത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പം എന്തായാലും ഇത് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മളുടെ കട്ടിള, അതോടൊപ്പം തന്നെ കതക്, പിന്നെ ജനൽപ്പാളി, ഇത്തരം സാധനത്തിനുള്ള അത് ആ ഒരു അളവിന് മുറിച്ച് കഴിയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത ദിവസം തന്നെ ഇത് കട്ട് ചെയ്യുന്ന ഒരാളെ വിളിച്ചിട്ട് അതെല്ലാം മുറിച്ച് ഒന്നല്ല 2-3-4 പണിക്കാരെയും കൂടെ കൂട്ടി ചുമന്ന് നമുക്ക് റോഡിൽ കൊണ്ടുപോയി അറപ്പിക്കണം. സത്യത്തിൽ ഇപ്പൊ ഈ സ്റ്റീലിന്റെ ഒക്കെ ടാറ്റ പ്രവേശ് അങ്ങനെ പല കമ്പനികളുടെയൊക്കെ കിട്ടും, അതൊക്കെയാണ് കൂടുതൽ ലാഭകരം. പക്ഷേങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അവര് പറമ്പിലുണ്ടായിരുന്ന തേക്കായതുകൊണ്ട് അത് വെക്കണം വീടെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് കുറെ നാളായിട്ട് ഇങ്ങനെ വെട്ടിയിട്ട് നിങ്ങൾ കണ്ടാല്. അപ്പൊ എന്തായാലും പൈസയൊക്കെ ഒത്തിരി ആകും എന്നുള്ള അത് കൊണ്ടുപോയി ഒക്കെ വരുമ്പോഴത്തേക്കും. അപ്പൊ അതും ചെയ്യണം എന്ന് കരുതുന്നു. അതിനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുകയാണ്, ജനുവരി 26-ാം തീയതി, 2025 ജനുവരി 26-ാം തീയതി 9:30-ക്കും 10 മണിക്കും ഇടയ്ക്കാണ് നമ്മൾ കല്ലിടല് നടത്താൻ പോകുന്നത്. അപ്പൊ കല്ലിട്ട് ഐശ്വര്യമായിട്ട് പണിയാൻ കഴിയട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ദൈവം വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം നമ്മൾ വലിയ കെട്ടിരിപ്പൊന്നും ഉള്ള ആൾക്കാരൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ദിവസം നമ്മളുടെ കല്ലിടൽ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. പിന്നെ വീട് പണിയുടെ ഓരോ ഘട്ടങ്ങളും കാണിക്കാട്ടോ. എന്തായാലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പക്ഷേങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അവർക്കൊക്കെ വീട് പണിയാൻ ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കാണുമ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് സന്തോഷം പങ്കുവെക്കാനുള്ള നിങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സന്തോഷം കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കുന്നു. പിന്നെ സന്തോഷം മാത്രമല്ല കേട്ടോ, വീട് പണിയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ നല്ല ടെൻഷനുണ്ട്. എങ്ങനെയാണ്, എന്താണ്, പൈസയുടെ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് നല്ല ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.